കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? എന്നാൽ കഥ പറയാൻ തുടങ്ങട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നീലക്കുരുവിയും ചുവന്ന മണിപ്പഴങ്ങളും. എന്താ കഥയുടെ പേര്? നീലക്കുരുവിയും ചുവന്ന മണിപ്പഴങ്ങളും. ഒരു വലിയ കാടിൻ്റെ അരികിൽ നിറയെ പൂക്കളുള്ള ഒരു തോട്ടത്തിൽ നീലി എന്നൊരു കുഞ്ഞൻ നീലക്കുരുവി താമസിച്ചിരുന്നു. നീലിക്ക് പാട്ടുപാടാൻ വലിയ ഇഷ്ടമായിരുന്നു. അവളുടെ അടുത്ത വീട്ടിൽ കുഞ്ഞി എന്നൊരു അണ്ണാൻകുട്ടൻ ഉണ്ടായിരുന്നു. കുഞ്ഞി നല്ല വേഗത്തിൽ മരം കയറുന്നതിൽ മിടുക്കിയായിരുന്നു. പക്ഷേ കുഞ്ഞിക്കൊരു ദുശ്ശീലമുണ്ടായിരുന്നു. എന്താ ദുശ്ശീലം? അവൾ കിട്ടുന്നതെല്ലാം ഒളിപ്പിച്ചു വയ്ക്കും, ആർക്കും കൊടുക്കില്ല. ഒരു ദിവസം രാവിലെ നീലി തോട്ടത്തിലിരിക്കുമ്പോൾ ഒരു വലിയ ചുവന്ന ചെടി കണ്ടു. ആ ചെടിയിൽ നിറയെ മുത്തുപോലെ തിളങ്ങുന്ന ചുവന്ന മണികൾ ഉണ്ടായിരുന്നു. ചെറിയ മധുരമുള്ള പഴങ്ങളായിരുന്നു അത്. ഹായ്, എത്ര മനോഹരമായ പഴങ്ങൾ! നീലി സന്തോഷത്തോടെ പറഞ്ഞു. അവൾ ഒരു മണി കൊത്തിയെടുത്ത് തിന്നു നോക്കി. നല്ല മധുരം! അവൾ വേഗം പറന്ന് കുഞ്ഞിയുടെ അടുത്ത് ചെന്നു. കുഞ്ഞി കുഞ്ഞി, വേഗം വരൂ, നമ്മുടെ തോട്ടത്തിൽ പുതിയ ചുവന്ന പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കുഞ്ഞി തലയാട്ടി മനസ്സിൽ ചിന്തിച്ചു. നല്ല മധുരമാണെങ്കിൽ അത് ഞാൻ മാത്രം കഴിക്കുകയാ നല്ലത്. നീലിയോട് നുണ പറയാം. കുഞ്ഞ് നീലിയോട് പറഞ്ഞു. അയ്യോ നീലി, എനിക്കിപ്പോൾ വയറുവേദനയാണ്, എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല. നീലി സങ്കടത്തോടെ തിരിച്ചുപോയി. എന്നിട്ട് 10 നല്ല ഉരുണ്ട പഴങ്ങൾ നോക്കി കഴിച്ചു. അന്ന് വൈകുന്നേരം കുഞ്ഞി ആരും കാണാതെ വേഗം ചുവന്ന ചെടിയുടെ അടുത്തേക്ക് പോയി. ചെടിയിൽ ആകെ ഉണ്ടായിരുന്നത് ഒരേ ഒരു ചുവന്ന മണിപ്പഴം മാത്രമായിരുന്നു. ബാക്കിയെല്ലാം കുരുവികളും മറ്റു പക്ഷികളും കഴിച്ചു തീർന്നിരുന്നു. അയ്യോ, ഞാനെല്ലാം ഒളിപ്പിക്കാൻ നോക്കി, എന്നിട്ടിപ്പോൾ എനിക്കിത് മാത്രമാണല്ലോ ഉള്ളത്. കുഞ്ഞ് വിഷമിച്ചു. അവൾ ആ ഒരു മണി കൊത്തിയെടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ക്രീച്ച്, ഒരു വലിയ പരുന്ത് പറന്നു വന്നു. കുഞ്ഞ് പേടിച്ച് മണി താഴെയിട്ട് മാളത്തിലേക്ക് ഓടി ഒളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ നീലി അവിടേക്ക് പറന്നു വന്നു. അവൾ കണ്ടത് പേടിച്ച് വിറച്ചിരിക്കുന്ന കുഞ്ഞിയെയാണ്. എന്ത് പറ്റി കുഞ്ഞി? നീലി ചോദിച്ചു. കുഞ്ഞി സത്യം പറഞ്ഞു. നീലി, എനിക്ക് നിങ്ങളോടൊപ്പം പഴങ്ങൾ പങ്കുവെക്കാൻ തോന്നിയില്ല, എല്ലാം എനിക്ക് മാത്രം വേണമെന്ന് വിചാരിച്ചു. അതിനാലാണ് ഞാൻ വയറുവേദനയെന്ന് നുണ പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് ആ ഒരു മണി പോലും കിട്ടിയില്ല, എനിക്ക് വളരെ സങ്കടമുണ്ട്. നീലി ചിരിച്ചു. സാരമില്ല കുഞ്ഞി, നമ്മൾ പങ്കിടുമ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാൾ സന്തോഷം കൂട്ടുകാർക്ക് കിട്ടുന്നത് കാണുന്നതാണ്. എന്നിട്ട് നീലി പറന്നുപോയി അവളുടെ കൂട്ടുകാർ അവൾക്ക് കൊടുത്ത 4 മധുരമുള്ള മണികൾ കൊണ്ടുവന്ന് കുഞ്ഞിക്ക് കൊടുത്തു. ഇത് എൻ്റെ കൂട്ടുകാർ എനിക്ക് തന്നതാണ്, ഇപ്പോൾ ഞാനിത് നിനക്ക് തരുന്നു, നീലി പറഞ്ഞു. കുഞ്ഞിയുടെ കണ്ണ് നിറഞ്ഞു. അവൾ ആ മണികൾ സന്തോഷത്തോടെ കഴിച്ചു. നന്ദിയുണ്ട് നീലി, ഇനി മുതൽ എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ ആദ്യമേ നിന്നോടും മറ്റുള്ളവരോടും പങ്കിടും. അങ്ങനെ കുഞ്ഞിക്ക് പങ്കിടലിൻ്റെ വലിയ സന്തോഷം മനസ്സിലായി. അങ്ങനെ നീലിയും കുഞ്ഞിയും നല്ല കൂട്ടുകാരായി. ഈ കഥയിലെ ഗുണപാഠം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോഴും നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത കഥയുമായി ഞാൻ വരുന്നത് വരെ ബൈ ബൈ.